തൃശ്ശൂരുള്ള അംറാസ് ആണ് എന്നെ കാണാൻ വന്നത്. സത്യത്തിൽ എൻ്റെ ജീവിതത്തിലെ ഒരു വളരെ സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ്. സുരഭി ചേച്ചി ഒരു ഇഷ്ടം തോന്നാൻ കാരണം ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ ടി വിയിലാണ്. അപ്പോൾ വന്നു കഴിയുമ്പോൾ അന്നൊക്കെ ഏറ്റവും കൂടുതൽ നമുക്കൊരു എന്താ പറയാ സിറ്റ്കോം എന്നൊക്കെ അന്ന് പറയുന്ന രീതിയിൽ ഞാൻ കണ്ടുവന്ന് നമുക്ക് എന്റർടൈനിങ് ആയിട്ട് കിട്ടിയിരുന്നത് MIT ന്യൂസ് ഒക്കെ ആയിരുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്താന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഉള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ സുരഭി ചേച്ചിനെ കാണാന്നുള്ളതാണ്. അപ്പൊ അതുവരെ വിശപ്പുണ്ടെങ്കിലും ആഹാരം ഇറങ്ങൂല അല്ലേ? ചേച്ചിക്ക് വേണ്ടിട്ടൊരു ഗിഫ്റ്റ് എനിക്ക് അറിയില്ല. സമ്മാനം. സുരഭിയുടെ കണ്ണെന്നറിയാണ്. ഇത് കണ്ട ഇതുപോലെയാണ് സുരഭി എല്ലാവരുടെയും. ശരിക്കും ഇങ്ങനെ നിങ്ങളെ സ്നേഹിക്കുന്ന ഇതുപോലത്തെ ഇതിപ്പം എത്രയോ പേരിൽ ഒരാളാണ്. ഓരോരുത്തർക്കും ഓരോ സ്റ്റേജ്. ചിലർ നിങ്ങളെ കാണുമ്പോ തന്നെ കരഞ്ഞു പോവാണ്. ചില ആൾക്കാർ എനിക്ക് എന്തൊക്കെയോ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് മൈൻഡിലിട്ടിട്ട് വന്നു. പക്ഷെ അത് എനിക്ക് ഇപ്പോൾ വരുമ്പോ അത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ എത്തിപ്പെടുന്ന സമയത്ത് എനിക്കാണ് മനസ്സിലായത് നമ്മളുടെ ജീവിതത്തിന് ഒരു അർത്ഥമൊക്കെ ഉണ്ടാവുന്നത് പോലെയാണ്. പലരും നമ്മളെ എല്ലായിടത്തും കാണുമ്പോഴും അയ്യോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങളെ വീട്ടിലെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയാറുണ്ട്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇഷ്ടമാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇതൊക്കെ ഞാൻ തമിഴ്നാട്ടിലൊക്കെ കേട്ടിട്ടുള്ളൂ. എന്റെ പൂച്ച പൂച്ച ബലാല് പൂച്ച എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൊണ്ടുവന്ന മീനെടുത്ത് അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു. പക്ഷെ എനിക്കറിയില്ല ലൈനൊന്നും ഓർമ്മയില്ല. ഫസ്റ്റ് ഷോ പച്ച കുത്തിയിട്ടുണ്ട് സുരഭിയുടെ പേരില്. പക്ഷെ കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ വളരെ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. രമി ചേച്ചി നമസ്കാരം. നമസ്കാരം. ഞാൻ തൊഴണതായോണ്ട് ഇടയിൽ കയറി ബ്രേക്ക് ചെയ്യാണ്ടിരുന്നതാണ്. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എന്റെ അംറാസ്. അംറാസോ? അംറാസ് നമ്മുടെ സുരഭി ചേച്ചിയെ കാണാൻ വന്ന അംറാസ് ആണോ? അതെ അതെ അതെ. ഓ ഓക്കെ ഓക്കെ. എത്തിയപ്പോ സുഖമായിരുന്നു? യാത്രയൊക്കെ സുഖമായിരുന്നോ? ഉറപ്പായിട്ടും. ഇതാരെന്ന് മനസ്സിലായോ? അതിനു മുമ്പേ നിങ്ങളുടെ അടുത്ത് എന്താന്ന് പറയണ്ടേ സംഭവം. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ചിങ്ങമാസമാണല്ലോ. മാത്രമല്ല ഓണം നമുക്ക് ഇങ്ങനെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഡെയിലി അമ്പലത്തിൽ വന്ന് തൊഴാറുണ്ട്. അപ്പോൾ ഇദ്ദേഹം ആരാണെന്ന് വെച്ചാൽ മൈൽസ്റ്റോൺ ഇവന്റ്സ് പ്രസൻസ് സമ്മാനത്തിന്റെ കുറേ എപ്പിസോഡുകളായി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. സമ്മാനത്തിൽ ഇന്ന് നമ്മുടെ സുരഭി ലക്ഷ്മി എന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ നായികയുണ്ടല്ലോ. സുരഭിനെ കാണാനായിട്ട് എത്തിയിരിക്കുന്ന തൃശ്ശൂരിൽ നിന്നും എത്തിയിരിക്കുന്ന അംറാസ് ആണ് ഇത്. അപ്പോൾ അംറാസിന്റെ അടുത്ത് ഞാനിവിടെ നമ്മള് ഡെയിലി ഇവിടെ ഞാൻ തൊടാൻ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നാൽ നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് പോവാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അംറാസ് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സുരഭി അവിടെ ക്രൗണിലുണ്ട്. അവിടെ ഷൂട്ടിങ്ങിന്റെ ഒരു പ്രൊമോഷൻ നടക്കുക. അപ്പൊ അതുകൊണ്ട് അവരവിടെ ഉണ്ട്. പക്ഷെ പ്രൊമോഷന്റെ ഒരു ഡിലേ ഉണ്ട്. അവിടെ എന്തോ അവര് ബാക്ക് ടു ബാക്ക് ഷൂട്ട് കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ നമുക്ക് സാരമില്ല. എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, ഞാൻ ഇതിന്റെ എക്സൈറ്റ്മെന്റിൽ അവിടെ ഓടിപ്പടഞ്ഞു. അപ്പൊ അതൊന്നും വേണ്ട. നമുക്ക് എന്നാ കുറച്ച് എന്തെങ്കിലും ഒന്ന് കഴിക്കാം, അല്ലെ ഒരു കോഫിയെങ്കിലും കുടിക്കാം. കുടിച്ചിട്ട് നമുക്ക് അങ്ങ് പോകാം. കാരണം അവിടെ കുറച്ച് ഡിലേ ഉണ്ട്. അപ്പൊ നമുക്ക് ഞാനും ഒന്നും കഴിച്ചിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ഒരു കോഫിയെങ്കിലും കുടിച്ചിട്ട് നമുക്ക് ക്രൗണിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഇന്ന് സമ്മാനത്തിൽ സുരഭി ലക്ഷ്മിയാണ് ഇന്ന് നമ്മളുടെ കൂടെ. ഒപ്പം അംറാസും കാണാം. അംറാസ്, വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്ന? എല്ലാവരും സുഖമായിട്ട് പോകുന്നു. ഇന്നിപ്പോ ഒറ്റയ്ക്കാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഫ്രണ്ട്സിനെ ആരും കൂടെ കൂട്ടിയിട്ടില്ല. ആ ഒരു അവസരം ഞാൻ വേറെ ആർക്കും കൊടുത്തില്ല. കള്ളൻ. ഒറ്റയ്ക്ക് കിട്ടിയ ചാൻസ് അങ്ങ് യൂട്ടിലൈസ് ചെയ്യാന്നല്ലേ? ശരി, ഇനി എന്താ അപ്പൊ കഴിക്കാൻ പറയണ്ടേ? നമുക്ക് കഴിക്കാനുള്ള സമയമുണ്ട്, കഴിച്ചിട്ട് പോവാം. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്താന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഉള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ സുരഭി ചേച്ചിനെ കാണാന്നുള്ളതാണ്. അപ്പൊ അതുവരെ വിശപ്പുണ്ടെങ്കിലും ആഹാരം ഇറങ്ങൂല അല്ലേ? അല്ല, എന്നാലും നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാൻ. എന്താ വേണ്ട? എനിക്ക് അങ്ങനെ ഒന്നും വേണ്ട. ചേച്ചി എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്ത് കഴിച്ചോ. എനിക്ക് വേണ്ട. ഞാനുള്ള ചായയെങ്കിലും പറയട്ടെ. എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ എന്തായാലും ഡിലേ ഉണ്ടല്ലോ. ചായ കുടിച്ചിട്ട്. ഓക്കെ. പിന്നെ വരട്ടെ, ആള് വരും. ഇപ്പോ ചായ കൊണ്ടുവരും. അപ്പൊ പറയൂ, എങ്ങനെയാണ് ഈ സുരഭി ചേച്ചിയോട് ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നാനുള്ള ഇത്? സുരഭി ചേച്ചി ഒരു ഇഷ്ടം തോന്നാൻ കാരണം
ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ ടി വിയിലാണ്. അപ്പോൾ വന്നു കഴിയുമ്പോൾ അന്നൊക്കെ ഏറ്റവും കൂടുതൽ നമുക്കൊരു എന്താ പറയാ സിറ്റ്കോം എന്നൊക്കെ അന്ന് പറയുന്ന രീതിയിൽ ഞാൻ കണ്ടുവന്ന് നമുക്ക് എന്റർടൈനിങ് ആയിട്ട് കിട്ടിയിരുന്നത് MIT മൂസ് ഒക്കെ ആയിരുന്നു. MIT മൂസ് ഞാൻ കണ്ടിന്യൂസ്ലി ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നത് ടൈപ്പ് ഓഫ് മലബാർ സ്ലാങ്. പിന്നെ നമ്മൾ എന്താ പറയാ വീട്ടിൽ ധരിക്കുന്ന വസ്ത്രത്തിലൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയാ നമുക്ക് വീട്ടിൽ ആരൊക്കെയോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആരൊക്കെ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അംബ്രാസിന്റെ സ്ഥലം തൃശ്ശൂരല്ലേ? തൃശ്ശൂർ. അപ്പൊ നിങ്ങൾക്ക് അവിടെ കോഴിക്കോട് നിങ്ങളുടെ വീട്ടുകാരോ റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് ആ ഏരിയയിൽ നിന്ന് ഒരുപാട് ഫ്രണ്ട്സ്, മലപ്പുറം ആ ഏരിയയിൽ നിന്ന് കാലിക്കറ്റ് ഒക്കെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കിപ്പോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ആ ഒരു ചേച്ചിയുടെ തമാശകളും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോഴാണ് ചേച്ചിയോട് ഒരു ഇഷ്ടം തോന്നിയതും ആ ഒരു മലബാർ സ്ലാങ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ഓഹോ, ഓക്കെ. അപ്പൊ അതിനുശേഷം പിന്നെ ചേച്ചി നല്ല നടിക്ക് ഒരുപാട് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ഒരുപാട് കിട്ടി, നാഷണൽ അവാർഡ് കിട്ടി. അതെ. അപ്പം ചേച്ചിയുടെ ബാക്ക് ടു ബാക്ക് എല്ലാ മൂവീസും കാണുക, അങ്ങനത്തെ ഒക്കെ ഒരു ഹാബിറ്റ് ഉണ്ടോ? പിന്നെ ഞാൻ ബേസിക്കലി എനിക്കൊരു കലാകാരനാകാൻ ആഗ്രഹമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ചെറുപ്പം മുതലേ സിനിമകളും ഇങ്ങനെ സീരിയലുകളും കണ്ടു വളർന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല കലാകാരികളും കലാകാരന്മാരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്ക് ടു ബാക്ക് എല്ലാവരെയും ഫോളോ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ ചേച്ചിയോട് പ്രത്യേക ഒരു സ്നേഹമുണ്ട്. കാരണം MIT മൂസ, കാരണം ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് പെട്ടെന്ന് ഇപ്പൊ ചോദിക്കുമ്പോഴും എന്റെ മനസ്സിൽ രജിസ്റ്റർ ആയിരിക്കുന്നത് ആ MIT മൂസയിലെ പാത്തു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടറാണ്. എന്നിട്ട് ബാക്കി പറഞ്ഞോ. അപ്പൊ നമുക്ക് എന്റെ മനസ്സിൽ ആ രജിസ്റ്റർ അയക്കുന്നത് ആ MIT മൂസയിലെ പാത്തു എന്ന് പറഞ്ഞ ക്യാരക്ടറിലൂടെയാണ്. അപ്പൊ അതുകൊണ്ടാണ് എനിക്കിപ്പോ ആ ഒരു ഇപ്പോഴും ആ ഒരു സ്നേഹം നിലനിൽക്കുന്നത്. ഞാൻ ഈ ടേബിൾ കുറച്ച് ഇങ്ങോട്ട് നമ്മുടെ ഓർഡർ എടുക്കാൻ. ഗുഡ് മോർണിംഗ്. സോ എന്താ വേണ്ടേ? കോഫി ആണോ ചായ ആണോ? പറഞ്ഞ എന്താ ഇഷ്ടം? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. ഓക്കെ. സോ 1 മിൽക്ക് ടീ 1 ബ്ലാക്ക് കോഫി. എന്നിട്ട് ഈ ഫ്രണ്ട്സിന് അറിയാമോ ഇങ്ങനെ സുരഭി എന്ന് പറയുന്ന ഒരു ആക്ടറിനെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയാറുണ്ടോ? ഫ്രണ്ട്സിന് അറിയാം. കാരണം ഞാൻ കൂടുതൽ അവരുടെ ഇടയിൽ നിൽക്കുമ്പോൾ എന്റെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സിനിമയുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഓരോ ക്യാരക്ടർ ആയിരിക്കും. അപ്പോൾ ഞാൻ പണ്ട് പോലെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ പാടത്തൊക്കെ പോയിരുന്നു ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ MIT മൂസയിലെ ഓരോ ദിവസം അവര് എന്താ പറയാ വിനോദേട്ടനായിട്ട് വിനോദേട്ടനാണല്ലോ അഭിനയിച്ചേക്കുന്നത്. അപ്പൊ ഇവര് മക്കളും ഇവരായിട്ട് താമസിക്കുമ്പോൾ ഞാൻ പറയും എപ്പോഴെങ്കിലൊക്കെ നമ്മളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അന്നൊക്കെ കുറെ വായിട്ടടിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമുക്ക് ആ സ്നേഹം നിലനിൽക്കുന്നുണ്ട്. അതാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ഇഷ്ടമുള്ള ഒരു ആരാധകൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചേച്ചിക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടി, അല്ലെങ്കിൽ ചേച്ചിക്ക് നാഷണൽ അവാർഡ് കിട്ടി എന്നൊക്കെ അറിയുമ്പോൾ ആ ഒരു സെലിബ്രേഷൻ എനിക്ക് തോന്നുന്നു സുരഭി സെലിബ്രേറ്റ് ചെയ്തതിനെക്കാട്ടിലും ഗംഭീരമായിട്ട് തൃശ്ശൂർ മാളയിലായിരിക്കണം അത് സംഭവിച്ചിട്ടുണ്ടാവേണ്ടത് അല്ലേ? അപ്പൊ അത് എങ്ങനെയായിരുന്നു ആംബ്രസ്, അത് എങ്ങനെയാ അത് സെലിബ്രേറ്റ് ചെയ്തത്? അത് ഞാൻ ആ ടൈമില് 12th കഴിഞ്ഞിട്ടുള്ളൂ. 2017 അവാർഡ് കിട്ടുന്നത്. അപ്പൊ ആ ടൈമില് നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നുമില്ല. കാരണം ഒരുപാട് മലയാളത്തിൽ നിന്ന് ഒരുപാട് ചിത്രങ്ങൾ വരുമല്ലോ, നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കേട്ട സമയത്ത് നമ്മൾ എന്താ പറയാ ഐസാവാ എന്ന് പറയില്ല. കാരണം നമ്മൾ വിചാരിക്കുമ്പോ എന്താണ് ഡ്രീം ആണോ എന്നൊക്കെ നമുക്ക് സംശയിക്കാം. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇപ്പോൾ വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതങ്ങനെയാണ്. എന്നാലും ഫ്രണ്ട്സിനൊക്കെ പോയി ആ സന്തോഷത്തിന് എല്ലാരും ചെയ്യുന്നത് ഒന്നാതെ വളരെ യങ് ഏജ് കൂടിയാണ്. അപ്പൊ എല്ലാരും ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയത് പോലെയാണ് ആ സന്തോഷം നമ്മൾ എടുക്കുക അല്ലെ? അപ്പൊ നമ്മൾ യൂഷ്വലി എല്ലാവർക്കും കൊണ്ടുപോയി ചോക്ലേറ്റ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ലഡു കൊടുക്കുക, ഇങ്ങനത്തെ ഒരു സെലിബ്രേഷൻ ഒക്കെ ഉണ്ടാവും. ഫ്രണ്ട്സ് ആയിട്ട് ഞങ്ങൾ പുറത്തുപോയി ഞങ്ങൾക്ക് അന്ന് പറ്റുന്ന രീതിയിൽ ചെറുതായിട്ട് ഞങ്ങൾ ആഘോഷിച്ചിരുന്നു. ഐ മീൻ പുറത്ത് പോയി ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു, സ്നാക്സ് ഒക്കെ കഴിച്ചു. അതിനെ കുറിച്ച് MIT മൂസയിലെ തൊട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ അവർക്കും ചിലവർക്ക് MIT മൂസ എന്ന് പറയുമ്പോഴാണ് മനസ്സിലായിരിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഇങ്ങനെ നമ്മൾ സംസാരിച്ച് ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ സുരഭി ചേച്ചിയുടെ എല്ലാ മൂവീസും എത്ര തവണ വീതമായിരിക്കും കാണുക? സുരഭിയുടെ ഓരോ മൂവി അപ്പൊ നമ്മൾ എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ MIT മൂസയൊക്കെ കണ്ട എപ്പിസോഡ് തന്നെ വീണ്ടും വീണ്ടും നമ്മൾ ഈ പിന്നീട് യൂട്യൂബിലൊക്കെ വന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടൊക്കെ ഉണ്ട്, കാണാറുണ്ട് അല്ല? എപ്പോഴും ബാക്കി അല്ല ബാക്കി മൂവിയുടെ ഒന്നും അല്ല, എത്ര തവണ വീതമേ ഓരോന്നും കാണുന്നു? താങ്ക് യു. പിന്നെ മിനിമം നമുക്കൊരു 4-5 തവണ എന്തായാലും ഞാൻ കാണാറുണ്ടാവും എല്ലാം. ഓക്കെ. പിന്നെ ഇന്നിപ്പോ പോരാന്ന് എന്താ ആരോടും പറയാണ്ട് ഇന്ന് വന്നതിന്റെ രഹസ്യം എന്താ? നമ്മൾ ചില എക്സൈറ്റ്മെന്റ് ആയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്കാണല്ലോ അത്രയും പ്രിയപ്പെട്ട് ഞാൻ വരുമ്പോ അത് ചിലപ്പോ പറയുന്ന ആൾക്കാർക്ക് ചിലപ്പോ അത്രയും അവര് ഉൾക്കൊള്ളണമെന്നില്ല. അപ്പൊ എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വരുന്നില്ല. എങ്ങനെയൊക്കെയോ നേരെ വിളിപ്പിച്ചു, നേരെ രാവിലെ വണ്ടി എടുത്തു, നേരെ ഇങ്ങോട്ട്
ട്രാവൽ ചെയ്ത് വരുമായിരുന്നു. ഓക്കെ, അംബ്രാസ് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൈൽ സ്റ്റോണിൽ നിന്ന് നമ്മൾ തിരിച്ച് വിളിച്ചല്ലോ. ഓക്കെ, ഇങ്ങനെ ഇതായിട്ടുണ്ട്, സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒരു നിമിഷത്തെ കാരണം എന്തെങ്കിലും വിചാരിച്ചിരുന്നു ഞാൻ ഇങ്ങനെ എൻ്റെ പ്രിയ താരത്തെ സുരഭിനെ ഞാൻ എന്താ നേരിട്ട് കാണാൻ പോകുന്നു, എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടും, അങ്ങനെയൊക്കെ ഒരു സ്വപ്നമെങ്കിലും കണ്ടിരുന്നോ? അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ലോട്ടറി അടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സത്യം പറഞ്ഞ അതാണ് ആ ഒരു ഫീലായിരുന്നു. കാരണം എക്സൈറ്റ്മെന്റ് എന്നിട്ട് എനിക്ക് ഒന്നാമത് പറയാനായിട്ട് വാക്കുകൾ വരുന്നുണ്ടായില്ല. കാരണം അതേപോലെ വേണ്ട, എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തുക എന്നുള്ളതാണ്, ചേച്ചിയെ കാണാൻ അങ്ങോട്ട് എത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇതൊന്നും, ഞാൻ ആ ഒരു വെള്ളിലാണ് എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ് എനിക്ക്. അപ്പൊ ഞാനിപ്പോ സ്നേഹത്തോടെ എന്തൊക്കെ വിളമ്പിയാലും അംബ്രാസ് ഇതിപ്പോ ഒന്നും കഴിക്കാനുള്ള മൂഡിലല്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എത്രയും പെട്ടെന്ന് ക്രൗണിലേക്ക് തന്നെ അങ്ങ് പോവാം. ഇഷ്ടപ്പെട്ട പ്രിയ താരത്തിന് നമുക്ക് കാണാം. ഓക്കെ, എന്നാ പെട്ടെന്ന് ഇപ്പൊ ഒരു ചായ തന്നതല്ല, അതൊന്ന് കുടിച്ചോളൂ, എന്നിട്ട് നമുക്ക് ഓടിപ്പോവാം. അതാ എനിക്ക് ഒരു സെക്കൻഡ് കോള് വരുന്നുണ്ടായിരുന്നു. ആ പൂസേ, ആ ഞങ്ങൾ ഇവിടെ ഉണ്ട്, റെഡിയാണോ? ആ ശരി ശരി, ഇതാ ഇപ്പൊ എത്താം, 5 minutes. ആ വന്നു. പെട്ടെന്ന് തന്നെ അവരെ റെഡിയാണെന്ന്. വാ, ഗിഫ്റ്റ് ഒക്കെ എടുത്തോ, പെട്ടെന്ന് പോവാം. ഗിഫ്റ്റ് എവിടെ? എന്തുപറ്റി? ഗിഫ്റ്റ് എടുത്തില്ലേ? ഗിഫ്റ്റ് കൊണ്ടുവന്നില്ലേ? ഗിഫ്റ്റ് നല്ല വാങ്ങിച്ചു, പക്ഷെ വരുന്ന വഴിക്ക് വിട്ടുപോയി. ഞാനത് ബാഗിലുണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ അയ്യോ എന്താ അംബ്രാസ്, നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണ്ടേ അവിടെ ചെന്നിട്ട്? ഇനിയിപ്പോ സാരമില്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോണ വഴിക്ക് എവിടെന്നെങ്കിലും പെട്ടെന്ന് ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് പോവാം. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണല്ലോ, അതാണ് നമ്മുടെ സമ്മാനത്തിന്റെ ഒരു ഇത്, സമ്മാനം കൊടുക്കണ്ടേ നമുക്ക്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് നമുക്ക് ഓൺ ദ വേ എവിടെയെങ്കിലും കേറി. സാരമില്ല, എക്സൈറ്റ്മെന്റ് വരുമ്പോ ഇതൊക്കെ സ്വാഭാവികമാണ്. വരൂ, പെട്ടെന്ന് വരൂ, ചായയും കുടിച്ചിട്ടില്ല, വരൂ പെട്ടെന്ന് പോവാം, നമുക്ക് ഗിഫ്റ്റ് വാങ്ങിയിട്ട്. ഇത്ര നേരം കൊണ്ട് നമുക്കത് വാങ്ങിച്ച് സെറ്റ് ചെയ്യാൻ. വരൂ, സാരമില്ല, പെട്ടെന്ന് വാങ്ങിട്ട് പോവാം. പെട്ടെന്ന് എന്തെങ്കിലും എന്താ കിട്ടാന്ന് വെച്ചാൽ ഞാനായിട്ട് ഇപ്പൊ തീർത്തി വെച്ചു, വേഗം ചേച്ചി പോണതിന് മുമ്പ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് എന്തൊക്കെയാ നിങ്ങളുടെ ഗിഫ്റ്റ് ഐറ്റംസ്? ആണോ? പെട്ടെന്ന് എന്തെങ്കിലും നോക്കാട്ടോ അംബ്രാസേ. അല്ലെങ്കിൽ ഇപ്പൊ ചേച്ചി ഇപ്പൊ ഞാനായിട്ട് തന്നെ ഇത്ര ഡിലേ വരുത്തി. എന്താണ് അംബ്രാസിന് ഇഷ്ടപ്പെട്ട സാധനം, സുരഭിക്ക് കൊടുക്കാൻ പറ്റിയ ഇഷ്ടപ്പെട്ട എന്താ? ഇതൊക്കെ എന്താ, ഇതൊക്കെ കിഡ്ഡിഷും ഇതൊക്കെ എങ്ങനെയാ കൊടുക്കുക? എന്തിനാ കൊടുക്കുക? ഇവിടെ പെയിന്റിംഗ് ഉണ്ട്, നമുക്ക് പെയിന്റിംഗ് നോക്കിയാലോ? ഇതൊക്കെ കുട്ടികളുടെ ഐറ്റംസാ, ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാ. അയ്യേ, ഗ്ലോബ് ഒക്കെയാണോ കൊടുക്കണേ? ഞാൻ പറയാം, നമുക്ക് ഈ കൃഷ്ണന്റെ രാധയുടെ പെയിന്റിംഗ് എടുക്കാം. അത് ഇഷ്ടം എന്തായാലും സുരഭിക്ക്. ഞാൻ നോക്കിട്ട് വേറെ ഒന്നും ഇവിടെ കാണുന്നില്ല. എന്താ ഇഷ്ടമില്ലേ? പിന്നെന്താ സുരഭിക്ക് ഇഷ്ടം? ഇവിടെ ഞാൻ നോക്കിട്ട് എല്ലാം നോക്കിക്ക് കിഡിഷ് ഐറ്റംസാ, ബാക്കി ടെഡി ബെയറും പിന്നെ ഫ്ലവർ വേസും ഇതൊക്കെയാണ്. ഇതൊക്കെ എങ്ങനെയാ കൊടുക്കുക? വേറൊന്നും. ഇനി നമുക്ക് വേറെ കടയിൽ കയറാൻ സമയമില്ലല്ലോ അംബ്രാസ്, അവിടെ നിന്ന് വിളിക്കുകയും ചെയ്തു, ഇപ്പൊ വിളിച്ചോണ്ടിരിക്കണ്ട്. ഇത് പാക്ക് ചെയ്തോളോ. ആ, അതെന്തായാലും ഇഷ്ടമായി. നല്ല കൃഷ്ണൻ, നല്ല ഐശ്വര്യമുള്ള മുഖം. ആ, കവർ ചെയ്യും. ഇനി ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. ഇനി അത് നെർവസ് ആവൊന്നും വേണ്ട. ഇനി ഫുൾ എക്സൈറ്റ്മെന്റ് മാത്രം വരട്ടെ. ഇഷ്ടപ്പെട്ട താരത്തെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മള് അത് സാരമില്ല. ഇനി നമ്മൾ ഇഷ്ടപ്പെട്ട താരത്തെ കാണാൻ പോവുകയാണ്. നീണ്ട നാളുകളായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന, ഒരിക്കലും നനച്ചിരിക്കാതെ കിട്ടിയ ഒരു ചാൻസ് ആണ്. മൈൽ സ്റ്റോണിൽ നിന്നും നമ്മൾ ഇതാ സമ്മാനവുമായിട്ട് അംബ്രാസിന്റെ ഇഷ്ടപ്പെട്ട താരമായ സുരഭിയുടെ അടുത്തേക്ക് ദേ ഞങ്ങൾ ഇപ്പൊ എത്തും. സമ്മാനം അവിടെ പൊതിഞ്ഞുകൊണ്ടിരിക്കണം. ചേട്ടാ വേഗം ഒന്ന് പെട്ടെന്നൊന്ന് പാക്ക് ചെയ്ത് തന്നാ മതി. അപ്പൊ ഞങ്ങൾ പാക്ക് ചെയ്യാം. ചേച്ചി വേഗം പോവോ? സമയം ഇല്ല, ദാ ഇത് പാക്ക് ചെയ്ത കഴിഞ്ഞ പാടെ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നു. നമ്മൾ സുരഭി ചേച്ചിനെ കാണുന്നു. ഓക്കെ, റെഡി. ആ പൊടി ഒന്ന് തട്ടിയോ? വേണ്ട, നന്നായിട്ടുണ്ട്. നല്ല ഐശ്വര്യമുള്ള മുഖം. ചേച്ചിക്ക് ഇഷ്ടപ്പെടുമായിരിക്കും അല്ലേ? ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നില്ല. എന്നാ പോലും അത്യാവശ്യം ആ സ്നേഹത്തോടു കൂടി നമ്മൾ പാക്ക് ചെയ്ത, പക്ഷെ പെട്ടെന്ന് എനിക്ക് നെർവസ് ആയി പോയി. അതിനി മൈൽ സ്റ്റോണിലേക്ക് അയച്ചു തന്നേക്കും കേട്ടോ. ഞങ്ങൾ വീണ്ടും സുരഭിനെ എന്തായാലും ഇനിയും കാണും. അപ്പൊ ഞാൻ അത് വീണ്ടും കൊടുത്തേക്കാം. അംബ്രാസ് തന്നു എന്ന് പറഞ്ഞിട്ട് അതും കൊടുക്കാം കേട്ടോ. എന്തായാലും സുരഭിയുടെ പ്രൊമോഷൻ അവിടെ നടക്കല്ലേ, അപ്പൊ അവര് വൈൻഡപ്പ് ചെയ്ത് പോകുന്നതിന് മുമ്പേ നമുക്ക് അവിടെ എത്തണം. അതാണ് നമ്മുടെ മെയിൻ എയിം. ഓക്കെ, അപ്പൊ താങ്ക് യു.
അംബ്രാസ് ഇത് ഞാൻ പിടിക്കണോ അംബ്രാസ് പിടിക്കോ? ഞാൻ പിടിച്ചോളാം. വീണ്ടും ഇത് മിസ് ചെയ്യരുത്. വേണ്ട. എന്നാ ഞാൻ തന്നെ പിടിച്ചോളാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് ഒക്കെ റെഡിയാക്കി ഇവിടെ കിട്ടിയ കടയിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഇനി സുർബിനെ കാണാൻ ക്രൗണിലേക്ക് പോവാം. നിങ്ങളും കൂടെ വരൂ, നമുക്ക് പെട്ടെന്ന് പോവാം. അങ്ങനെ ദാ ഞങ്ങൾ ഫൈനലി അംറാസിന്റെ ഇഷ്ടതാരമായ സുരഭി ലക്ഷ്മിനെ കാണാനായിട്ട് ഞങ്ങൾ എറണാകുളത്ത് ഇപ്പൊ ക്രൗൺ പ്ലാസയിൽ എത്തിയിട്ടുണ്ട്. ദാ ഇവിടെ അവിടെ റൂമിലുണ്ട് സുരഭി. നമുക്ക് ഇനി അങ്ങോട്ട് പോകാം, സുരഭിനെ കാണാം, ഗിഫ്റ്റ് കൊടുക്കാം. അംറാസ് റെഡി? എക്സൈറ്റ്മെന്റ് കാരണം ശരിക്കും അല്ലേ, ആർക്കാണെങ്കിലും നിങ്ങളിൽ പലർക്കും ഉണ്ടാവും ഇതേപോലെ ഒരു വല്ലാത്തൊരു ആരാധന ഓരോരോ താരങ്ങളോട്. അങ്ങനത്തെ ഒരു താരത്തിനെ നിങ്ങൾ നിരസിച്ചിരിക്കാതെ നിങ്ങൾക്ക് ഇങ്ങനെ അവരുമായിട്ട് കാണാൻ, അവരെ നേരിട്ട് കാണാൻ കിട്ടുന്ന ഒരു അവസരം എന്ന് പറഞ്ഞാൽ അത് ഫീൽ അത് ചെയ്യണം. എല്ലാവർക്കും അത് ആ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊരു ഫീലിംഗ് ആയിരിക്കും അല്ലേ. ആ ഇതിലിപ്പോ ഇവിടെ നമ്മായിട്ട് നിൽക്കുകയാണ് അംറാസ്. ശരിക്കും വിശ്വസിക്കാൻ പറ്റാത്ത ആ ഒരു നിമിഷത്തിൽ ഇവിടെയാണ്, ഇതാണ് റൂം. അപ്പോൾ അംറാസ് റെഡി? യെസ്, ഇവിടെയാണ് സുരഭി. റെഡി സ്റ്റഡി, ഞാൻ ബെല്ലടിക്കാൻ പോകുന്നു. ഓക്കെ, അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ അംബ്രസിന്റെ പ്രിയതാരത്തെ കാണാൻ പോവുകയാണ്. ഇപ്പം ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന തിരുവോണമാണ് വരാൻ പോണത്. അപ്പം ഓണത്തിനോടനുബന്ധിച്ച് ഇന്നിപ്പോൾ അനിഴാന്ന് എല്ലാവർക്കും അറിയാലോ, ആ ഒരു ദിവസം തന്നെ നമ്മൾ ഇന്നിപ്പോൾ സുരഭീനെ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞു. നമ്മൾ എത്തിയിരിക്കുകയാണ്. തുറക്കുന്നില്ലല്ലോ അംബ്രസേ. ഈ മൈക്ക് വെച്ചിട്ട് സംസാരിക്കാം. ഇതാണ് അംബ്രസ്. എന്നെ ഇങ്ങനെ ആരാധനയോടുകൂടി കാത്തിരിക്കുന്ന ഒരാളെ ശരിക്ക് വരൂ. ഇത് ഇന്ന് വേറെ പ്രോഗ്രാം ഉണ്ടല്ലേ, ഓണത്തിന്റെ ഒരു ഇവന്റിന് വേണ്ടി പോവാൻ വേണ്ടിട്ട് നിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാന്ന് ഓർത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഹലോ, വരൂ. ഇവരെല്ലാവരും പ്രതീക്ഷ ആരാണ് സുരഭി ചേച്ചിനെ എങ്ങനെ കാണാൻ വേണ്ടി ഇത്ര ആഗ്രഹത്തോടു കൂടി നിൽക്കുന്ന ഒരാള് എന്നുള്ളതറിയാം. എന്താ പേരെന്താ? അംറാസ്. എന്താ ചെയ്യുന്നത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞു. വിറക്കല്ലടാ, ചേച്ചിക്ക് വേണ്ടിട്ടൊരു ഗിഫ്റ്റ് എനിക്ക് അറിയില്ല. സമ്മാനം നമ്മുടെ അംബ്രസിന്റെ പ്രിയ താരത്തിന് സുരഭിക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമാണിത്. എന്റെ കണ്ണ് നിറഞ്ഞു പോകുന്നു. ശരിക്കും ഈ ഒരു ഫീൽ ഉണ്ടല്ലോ, ഇത് ഞാനിപ്പോ ഇത് കുറെ പേരുടെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഇത് കാണുന്നു. ആ ഒരു ഇതുണ്ടല്ലോ സുരഭി, ഇവരെ ഇതുണ്ട്. ഓരോരുത്തർക്കും ഓരോ സ്റ്റേജാ. ചിലര് നിങ്ങളെ കാണുമ്പോ തന്നെ കരഞ്ഞു പോവാണ്. ചില ആൾക്കാർ എനിക്ക് എന്തൊക്കെയോ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് മൈൻഡിൽ ഇട്ടിട്ട് വന്നു. പക്ഷെ അത് എനിക്ക് ഇപ്പോൾ വരുമ്പോ അത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അത്രയ്ക്കും MAT മ്യൂസിക് തുടങ്ങിയ സമയം തൊട്ട് ആ ഒരു ഫാൻ മൊമെന്റ് ആയിരുന്നു. അതിനു മുമ്പ് എന്നോട് പറഞ്ഞ എന്താന്നറിയോ, ആദ്യം മറ്റേ ആ കഥയിലെ രാജകുമാരി എങ്ങനെയാണ് നീ എങ്ങനെ ഒരു കല്യാണമൊക്കെ കഴിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞാല്? അല്ല, നമ്മൾ അത്ര ആരാധിക്കുന്ന അല്ലെങ്കിൽ അത്ര ഫാൻ ആയിട്ടുള്ള ഒരാളെ നമ്മൾ ഇത്ര നേരിട്ട് കാണുമ്പോ, അത് ഒരു നാഷണൽ അവാർഡൊക്കെ 2017 കിട്ടിയ സമയത്ത്, അന്നൊക്കെ ഞാൻ +2 കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആ ടൈമിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഐസ് ബ്രേക്കിംഗ് ആയിരുന്നു. നമുക്ക് ലോട്ടറി ഒക്കെ അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, വേറെ ഏതോ നിൽക്കുന്ന ലോകത്തിന് വേറെ ഏതോ ലോകത്ത് ഹാലൂസിനേഷൻ ഒക്കെ ആണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോയി. അപ്പൊ എന്തൊക്കെയോ പറയുന്ന പ്രിപ്പയർ ചെയ്ത് വന്നത്, പക്ഷെ അതൊക്കെ കയ്യിൽ പോയി. അല്ല, ഇത് കണ്ടിട്ട് നമുക്കാണ് സന്തോഷം വരുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരാള് നമ്മളെ അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. അപ്പോ അങ്ങനെയുള്ള ഒരാളെ നമ്മള് കാണുന്നു, കണ്ട് നമ്മള് ഇങ്ങനെ എത്തിപ്പെടുന്ന സമയത്ത് എനിക്കാണ് മനസ്സിലായത് നമ്മളുടെ ജീവിതത്തിന് ഒരു അർത്ഥമൊക്കെ ഉണ്ടാവുന്നത് പോലെയാണ്. പലരും നമ്മളെ എല്ലായിടത്തും കാണുമ്പോഴും അയ്യോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങളെ വീട്ടിലെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയാറുണ്ട്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇഷ്ടമാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഞാൻ തമിഴ്നാട്ടിലൊക്കെ കേട്ടിട്ടുള്ളൂ. സുരഭിയുടെ കണ്ണ് നിറയാണ്. ഇതുപോലെയാണ് സുരഭി എല്ലാവരുടെയും. ശരിക്കും ഇങ്ങനെ നിങ്ങളെ സ്നേഹിക്കുന്ന ഇതുപോലത്തെ, ഇതിപ്പം എത്രയോ പേരിൽ ഒരാളാണ്. സുരഭിയുടെ പേരിൽ തന്നെ എത്ര പേര് വന്നു എന്നറിയോ? നമുക്കിപ്പോ എല്ലാരും സെലക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, നിങ്ങളെല്ലാരും ശ്രദ്ധിച്ചു കേട്ടോ. ഈ നാട്ടിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. എന്നെ കുറച്ചും കൂടെ ബഹുമാനിക്കാൻ അടിമയായിട്ട് നിൽക്കാൻ എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അവനൊന്ന് കാണിക്കുക, അവനെ നാട് കാണണം. അവനെ അടിമക്കണ്ണനായിട്ട് ഇനി ഞാൻ അടിമയായിരിക്കുന്നു. അമൽ അജിത് കുമാർ ഇവരെയൊക്കെ അടിമയായിട്ടാണ് ഞാനിവിടെ ജീവിക്കുന്നത്. നീ എന്നെ ആരാധിക്കുന്നതിൽ വളരെ സന്തോഷം. ചേച്ചിക്ക് ഇനി ഒരു ഓസ്കാർ അവാർഡും കൂടി കിട്ടിയാലാണ് എനിക്ക് ആ ഒരു പൂർണ്ണതയാവുള്ളൂ. അല്ലെ, വേറെ പച്ച എന്റെ
അത് അവന്റെ ഉള്ളില് കാണിക്കാൻ പറ്റൂല അത്ര. കാണിക്കാൻ പറ്റാത്ത അല്ല അതല്ല അണ്ട് കാണിക്കാൻ പറ്റൂല എന്നവന് അതവൻ പറഞ്ഞു. ഞാൻ ഓൾറെഡി പറഞ്ഞു പോയി പച്ച കുത്തിയിട്ടുണ്ട് സുരഭിയുടെ പേരില്. പക്ഷെ കാണിക്കാൻ പറ്റുന്ന സ്ഥലത്താണോ നീ അല്ല അല്ല അങ്ങനെയല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു മൊമെന്റ് ഒരിക്കലും നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കുന്നു? കാണുമായിരിക്കാം ചിലപ്പോ, ഒരു പക്ഷെ വല്ല വേദികളിലൊക്കെ വെച്ച് നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റുമായിരിക്കാം. പക്ഷെ ഇങ്ങനെ ഒരു തൊട്ടടുത്ത് ഇങ്ങനെ ഒരു അവസരം കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും റിയാലിറ്റിയിലോട്ട് വന്നിട്ടില്ല. താങ്ക് യു സോ മച്ച്. എന്തൊരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആണ് ഈ കഥയിലെ രാജകുമാരിയില്ലേ, അതിനകത്ത് കുറച്ച് വില്ലത്തി ക്യാരക്ടർ ആയിരുന്നില്ലേ ചെയ്തത്? സോന എന്ന് പറഞ്ഞിട്ട്. അതെ. അപ്പൊ അന്ന് അത് കണ്ട സമയം അന്നത്തേത് മുതലാണ് ശ്രദ്ധിച്ചു തുടങ്ങിയതാണ് ഞാൻ. ഈ ഫുൾ ഇങ്ങനെ തോന്നിയെടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇത്. എന്നിട്ട് വില്ലത്തി ക്യാരക്ടർ കണ്ടിട്ട് സ്നേഹം തോന്നിയോ? നമ്മളിങ്ങനെ ചോദിക്കുമല്ലോ ജനുവിനാണെന്ന്. അപ്പൊ പറഞ്ഞു ആദ്യമൊക്കെ എനിക്കൊരു ഇത് തോന്നി വില്ലത്തി എന്നൊക്കെ കണ്ടു. പക്ഷെ അതിലൂടെ എങ്ങനെയോ സുരഭിനെ അങ്ങ് ഭയങ്കര ഇഷ്ടമായി. എന്താണ് നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടമാവാനുള്ള ഒരു ഫാക്ടർ? അതെ, ഇനിയെങ്കിലും പറയൂ, തുറന്നു പറയൂ. തുറന്നു പറയാന്ന് വെച്ചാൽ എനിക്ക് നമ്മുടെ വീട്ടില് തന്നെ ഉള്ള ആരൊക്കെ ആയിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഒരുപാട് സിനിമകൾ ഇങ്ങനെ കാണുമെങ്കിൽ പോലും നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ആരൊക്കെ ആയിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. ആ സംസാരമാണെങ്കിലും എനിക്ക് ഭയങ്കര എന്താ പറയാ, എനിക്ക് അതായിരുന്നു എന്റെ മെയിൻ എന്റർടൈൻമെന്റ്. എന്റെ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ അതിങ്ങനെ മനസ്സിൽ കിടക്കുകയാണ് ആ മീഡിയ വണ്ണിലൂടെ അന്ന് കണ്ട സമയത്ത്. പിന്നെ അവനെ എന്താ കൂടുതൽ അടുപ്പിച്ചെന്നറിയോ? ആ സ്ലാങ് ആണ്. മലപ്പുറം കോഴിക്കോട് ആ സ്ലാങ്. നമുക്ക് സ്കൂളൊക്കെ വിട്ടു വന്ന് നമ്മ ചായയും ബിസ്ക്കറ്റ് പാർലേജൊക്കെ മുക്കി കഴിക്കുന്ന സമയത്ത് അത് കണ്ട് കിട്ടുമ്പോ അതും കൂടി ആയാലാണ് ഒരു പൂർത്തിയാവുള്ളൂ ഈവനിങ്ങിന്റെ. ഇങ്ങനെ സംസാരിക്കുമ്പോ സ്കൂൾ വിട്ട് വരുമ്പോൾ ചായയും പാർലേജ് ബിസ്ക്കറ്റിനും ഒപ്പം സുരഭിയും. പിന്നെ മറ്റേ അതിനകത്ത് പാട്ട് ഈടെ പാടിയില്ലേ മറ്റേ നമ്മുടെ ആരോടും കേൾക്കാത്തൊരു വീരന. അത് എനിക്ക് തോന്നുന്നു അത് എന്നോട് പറഞ്ഞ അത് എല്ലാ ദിവസവും ഇരുന്ന് കാണാറുണ്ടായിരുന്നു. എല്ലാ നൈറ്റും അതിരുന്ന് കാണും. പകുതി ഞാൻ തന്നെ ആയിരിക്കും കൂടുതൽ എന്റെ തന്നെ ആയിരിക്കും കിട്ടിയത്. സിനിമ കാണണം. റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ വരുന്നുണ്ട്, അത് കാണണം. ഇപ്പൊ മനോരഥങ്ങൾ എന്ന് പറഞ്ഞ C5 സീരീസ്, അതിൽ 2 അതൊക്കെ കാണാം. അപ്പം ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മള് ഇപ്പൊ ഒരു ക്യാരക്ടറിൽ നമ്മൾ ഒതുങ്ങി പോകുമല്ലോ. പലപ്പോഴും അങ്ങനെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്യാരക്ടറാണ് പാത്തുന്നുണ്ടെങ്കിലും പല സമയത്തും നമ്മൾ അത് മാത്രമായി പോവുകയും അത് റിലേറ്റഡ് ആയിട്ട് വിളിക്കുകയും അതുള്ളത് കൊണ്ട് വിളിക്കാതിരിക്കുകയും ഒക്കെ പലപ്പോഴായിട്ട് ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അപ്പം അതിനപ്പുറത്തേക്കുള്ള ഒരു ആക്ടറായിട്ട് വളരണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം. അപ്പം നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ഒരു ഇഷ്ടവും സപ്പോർട്ടും എവിടെയോ നിന്ന് ഞാൻ പോലും അറിയാത്ത പ്രാർത്ഥനയും അപ്പൊ നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെയാണ് ഒരു കലാകാരിയായിട്ട് ജീവിക്കുന്നതിൽ നമുക്ക് കിട്ടുന്ന ഒരു ഒരു എന്താ പറയാ, ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹം. സത്യം. അപ്പം അതില് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഇത്തരത്തില് നിങ്ങളിപ്പോ ഇന്നിപ്പോ പോകാൻ പോകുന്നത് ഓണം പരിപാടിക്കാണ്. ഇങ്ങനെ പരിപാടികൾ ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് ജനം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. അതിൽ ആരും ഇതേപോലത്തെ പലരും എത്തുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ അറിയുന്നില്ലല്ലോ, അവർക്കും അവരുടെ ഉള്ളിലത്തെ സ്നേഹം ഇതുപോലെ അടുത്ത് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മൈൽ സ്റ്റോൺ ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയത് ഈ സമ്മാനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഷോ. അത് എന്റെ മൂത്ത ചേച്ചിയുണ്ട്, അവൾ ഇങ്ങനെ ലിസ്റ്റ് ഇടും. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ ഇന്ന സ്ഥലത്ത് ഇന്ന ആളുണ്ട്, അവരുടെ അച്ഛനെ നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, മൂപ്പര് വയ്യാണ്ട് കിടക്കാണ്, നീ എന്ന് അവിടെ പോണം. ഇന്ന സ്ഥലത്തെ പാലിയേറ്റീവിലുള്ള ആൾക്കാരുണ്ട്, അവിടെ കുറെ ഉമ്മമാർക്ക് നിന്നെ ഇഷ്ടമാണ്, നീ അവിടെ പോണം. നീ അവർക്ക് ഒന്നും കൊടുക്കണ്ടല്ലോ, വെറുതെ പോയിട്ട് ചിരിച്ച് ഒന്ന് സംസാരിച്ച് നിന്നെ കാണുമ്പോ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മളുടെ ആരെങ്കിലും ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ പെട്ടെന്ന് അടുത്തടുത്ത റൂമിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ കമ്പനി ആവും. അപ്പൊ ഇതൊക്കെ ഞാൻ പോയി എനിക്കൊരു ലിസ്റ്റ് ഉണ്ടാവും, ഇങ്ങനെ പോണം കാണണം എന്നാണ്. അപ്പൊ അതേപോലെ ഉദ്ഘാടന സ്ഥലത്താണെങ്കിലും ഒക്കെ വരാറുണ്ട്, കാണാറുണ്ട്. അപ്പൊ ആ ഒരു സ്നേഹം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് പക്ഷെ കുറച്ച് വെറൈറ്റി ആയിപ്പോയി. ഇത്ര പ്രതീക്ഷിച്ചില്ല. ഞാൻ ആരായിരിക്കും വരുന്നത്, ആർക്കാണ് ഇത്രയധികം പറയുന്നത് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ അവൻ മുഴുവട്ടനായിരിക്കുന്നു. ആണല്ലേ? ആണോ? അവൻ അത്ര ഭ്രാന്താണോ? അല്ല, അവനല്ല. ഇപ്പൊ പറഞ്ഞത് എന്നെ ഇതാക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാ. അങ്ങനെ ഒരാള് അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല ചേച്ചി, അവരാരെയോ സെറ്റ് ആക്കിയതായിരുന്നു. പക്ഷെ ഇവന്റെ വിറയല് കണ്ടപ്പോ ജനുവിനാണ് സെറ്റ് ചെയ്തതല്ല എന്ന് മനസ്സിലായല്ലോ. എന്ത് ചെയ്യുന്നു? ഞാൻ
സിനിമയുടെ താല്പര്യം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഞാൻ ഒരു കോഴ്സ് ചെയ്തോണ്ടിരിക്കുക, എഡിറ്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ സിനിമയിൽ ആക്ടിംഗ് ആണോ എഡിറ്റിംഗ് എന്തിനോടാണ് ഇഷ്ടം? ആക്ടിംഗ് ആണ് അൾട്ടിമേറ്റ് ഇഷ്ടം. +2 കഴിഞ്ഞതാണോ? ഇല്ല, ഡിഗ്രി കഴിഞ്ഞു. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് വാപ്പച്ചി, ഉമ്മ, അനിയത്തി, അനിയൻ, പിന്നെ ഒരു വല്യുമ്മയുണ്ട്. ഓക്കെ. അപ്പം ഞാൻ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും ആക്ടിങ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് ആ സിനിമ കൊടുത്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാളും ആ സിനിമ എടുത്ത് നമ്മളടുത്ത് തരില്ല. അപ്പൊ അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് പിന്നെ നമ്മളുടെ കഴിവും നമ്മളുടെ ഒരു ഭാവനയൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ അതിൽ ക്രിയേറ്റീവ് ആയിട്ട് വലിയ വലിയ ആളുകളാവും. അതേപോലെ തന്നെ ആക്ടിങ്ങിന്റെയും ബേസിക് കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോഴാണ് അതല്ലെങ്കിൽ ഒരു ദിവസം നിനക്ക് ഒരു ചാൻസ് കിട്ടി ഒരു വെള്ളിയാഴ്ച നിനക്ക് കടന്നു പോകാൻ പറ്റും. ഒരുപാടുകൾ വെള്ളിയാഴ്ചകൾ കടന്നു പോകണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ട്രെയിൻഡ് ആയിരിക്കണം. അപ്പോഴേ നമുക്കൊരു ക്യാരക്ടർ കിട്ടുമ്പോൾ വിറച്ചു പോവാ. ഇതേപോലെ വിറയ്ക്കൂല. മറ്റേത് ഇതുവരെ ഞാൻ ഇങ്ങനെയൊക്കെയാ ചെയ്തത്, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കാത്ത ഒരു ഇമോഷൻ നമുക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഇതെങ്ങനെയാ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാ അത് ചെയ്യുക എന്നുള്ളതിന്റെ ഒരുപാട് കൺഫ്യൂഷൻ വരും. മറ്റേതാകുമ്പം അതിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തിപ്പെടേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഭയങ്കരമായിട്ടൊരു ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ ഇപ്പൊ ഞാനിപ്പം എൻ്റെ അധ്യാപകരൊക്കെ ഉണ്ട്, ജ്യോതിഷ് എംജി, അതുപോലെ തന്നെ വിനോദ് കുമാർ കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ. അവിടെയാണ് ഞാൻ PG തിയേറ്ററൊക്കെ ചെയ്തത്. പഠിക്കണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ PG ഒക്കെ അവിടെ ചേരാം. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള നല്ല നല്ല ആളുകളുടെ അടുത്ത് വേണം തിയേറ്റർ വർക്ക്ഷോപ്പ്. എല്ലാത്തിനും അങ്ങനെ ഉണ്ടല്ലോ, പലതരം ക്വാളിറ്റികൾ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ നല്ല ആളുകളുടെ തിയേറ്റർ വർക്ക്ഷോപ്പ് ഒക്കെ വരുന്ന സമയത്ത് പോകണം, അറ്റൻഡ് ചെയ്യണം. അങ്ങനെ വേണം ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മളും മുന്നോട്ട് വരാനായിട്ട്. ചേച്ചിനെ പോലുള്ള ആളുടെ ഇതുപോലെ പറഞ്ഞു തരാനായിട്ട് ഉള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. ഞാൻ ഭയങ്കര എന്താ പറയാ പ്രൗഡാണ്. അതേപോലെ തന്നെ നല്ല മുടിയൊക്കെ അല്ലേ? അല്ല, ഇത് നേരത്തെ ഫോട്ടോ ഒക്കെ എന്റെ കുറെ ഫോട്ടോസ് ഒക്കെ നമുക്ക് മൈൽ സ്റ്റോണിൽ ഇതെല്ലാം അയച്ചു തരുമല്ലോ, ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അയച്ചു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാം ഇപ്പൊ ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ നമുക്ക് ആ പുഷ്പന്റെ പൂച്ചയുടെ പാട്ടൊന്ന് ഞാൻ കേറിയപ്പോഴേ പറഞ്ഞു എനിക്ക് വേണ്ടി ഒന്ന് പാടാൻ ഞാൻ ഇത്രയൊക്കെ ഒരുങ്ങിയിട്ട് എന്നെ അത് ആക്കരുത് ദയവ് ചെയ്ത് പ്ലീസ്. ഞാനപ്പോ അതെങ്ങനെങ്കിലും ആള് ചെയ്യോ ഒന്ന് പറഞ്ഞു നോക്കാം, പറയുന്നോണ്ട് കുഴപ്പമുണ്ടാവുമെന്നൊക്കെ ഞാൻ ഇവരോട് ചോദിച്ചു. അതൊന്നും എനിക്ക് ഓർമ്മയില്ല. 2016 ആ പ്രോഗ്രാം നിന്നു. അപ്പം അതൊക്കെ ആ സമയത്ത് ഞങ്ങൾ അങ്ങ് ഇംപ്രവൈസ് ചെയ്തിട്ട് പുഷ്പന്റെ പൂച്ച ബലാലിന്റെ പൂച്ച എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൊണ്ടുവന്ന മീനെടുത്ത് അങ്ങനെ എന്തൊക്കെയായിരുന്നു. പക്ഷെ ലൈനൊന്നും ഓർമ്മയില്ല. ഇല്ല, ലൈൻ ആർക്കും ഓർമ്മയില്ല. എന്നാ നമുക്ക് ഇപ്പൊ നല്ലൊരു ഓണപ്പാട്ട് പാടാം. അയ്യോ, പാട്ടൊന്നും എനിക്ക് പാട്ടൊന്നും എന്നെ കൊണ്ട് പാടിപ്പിക്കണ്ട. ഉള്ള ഇഷ്ടം കളയണ്ട. അതെ. അപ്പൊ ഇനി മുന്നോട്ടുള്ള സിനിമകളൊക്കെ കാണുക. തീർച്ചയായിട്ടും ആലപ്പുഴയിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ കാണാം. ചേച്ചിക്ക് ഇനി എന്തായാലും ഭാവിയിൽ ഒരു ഓസ്കാർ എന്തായാലും കിട്ടട്ടെ, അതും കൂടി എന്റെ ഒരു ആഗ്രഹമുണ്ട്. സിനിമയിൽ നിറയെ അവസരങ്ങൾ കിട്ടട്ടെ എന്ന് പ്രവർത്തിക്കണം. അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ട്. അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പൊ എല്ലാവിധ അപ്പൊ ഹാപ്പി ഓണം. താങ്ക് യു. തിരിച്ചും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പൊ ഒരുപാട് സന്തോഷം. നിങ്ങളും ഞങ്ങൾ ഇങ്ങനെ അപ്രോച്ച് ചെയ്തപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒരു ആളെ കാണാനായിട്ടുള്ള ഒരു മനസ്സ് കാണിച്ചല്ലോ. അല്ല, നമുക്ക് ഒരു ആരാണെന്നുള്ള ഒരു ഇതുണ്ടാവും. ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പം അതാരാണെന്ന് കണ്ടേ കൊള്ളാമെന്ന് തോന്നി. അപ്പൊ അങ്ങനെ ഇപ്പൊ കുറെ പേര് നിങ്ങളെ പോലെ കുറെ പേര് ഇപ്പൊ സമ്മാനത്തിന്റെ ബാക്ക് ടു ബാക്ക് എപ്പിസോഡിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെയും ഇതുപോലെ ഇവരുടെ ഈ തുറന്ന മനസ്സാണ് ഇവരിലെ പോലെ ആൾക്കാരെ ഇവരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നത് തന്നെ. അപ്പൊ എന്തായാലും ഈ വർഷത്തെ ഓണം വളരെ നല്ല ഓണം ആവട്ടെ, ഇതുവരെ കഴിഞ്ഞതിനേക്കാട്ടിലും ബെസ്റ്റ് ഓണം ആവട്ടെ എന്ന് മൈൽ സ്റ്റോണിന്റെ ഭാഗത്തുനിന്ന് ഞാനും വിഷ് ചെയ്യുന്നു. ഹാപ്പി ഓണം. അപ്പം ഈ പ്രാവശ്യത്തെ ഓണം വളരെ സൂപ്പറായിട്ട് പോയതിനെക്കാട്ടിലൊക്കെ ദ ബെസ്റ്റ് ഓണം ഈ വർഷത്തേതാവട്ടെ എന്ന് മൈൽ സ്റ്റോണിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ വിഷ് ചെയ്യുന്നു. ഇനിയിപ്പോ 2 ദിവസത്തിനുള്ളിൽ അജയ് 2ാം വേർഷൻ തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ്. എല്ലാരും വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ശരി, കാണാം. വൺസ് അഗൈൻ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. താങ്ക് യു. മൈൽ സ്റ്റോണിന്റെ എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും എന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു. ഹാപ്പി ഓണം. താങ്ക് യു. Beautiful moment.